ആണോ? സ്റ്റാർട്ട് ചെയ്തോ? ഇതൊരു വീഡിയോ വന്നതാണേ. അതായത് ഒരു പെണ്ണ് കാറിൽ നിന്ന് കൊച്ചിനെ എടുത്തുകൊണ്ട് ഇറങ്ങുന്നു. ഇറങ്ങി കഴിയുമ്പോൾ ഒരു ട്രെയിലർ ലോറി വന്ന് അതിനെ ഇടിച്ച് തെറിപ്പിക്കുന്നു. തൊട്ടപ്പുറത്തോടെ ഭർത്താവ് ഉണ്ടാവും. അയാൾക്ക് എന്തോ സംഭവിച്ചെന്ന് എനിക്കറിയത്തില്ല. അതിനെപ്പറ്റി കൂടുതലൊന്നും വായിക്കാനോ കേൾക്കാനോ നിന്നില്ല. പക്ഷേ ഇതിൽ ചില കമൻറ്റുകൾ വന്നു. ഈ കമൻറ്റുകളെ പറ്റി പറയുമ്പോൾ 1202 ലൈക്കാണ് ഒരു കമൻറ്റിന് കിട്ടിയിരിക്കുന്നത്. അതൊരു സ്ത്രീ ഇട്ട കമൻറ്റാണ്. സ്ത്രീകളാണ് കൂടുതൽ അങ്ങനെയുള്ള കമൻറ്റുകൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ ഇടുന്നതെന്ന് തോന്നുന്നു. കാരണം ഒരു സ്ത്രീയും ഒരു കുഞ്ഞും ആ വണ്ടിയിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടപ്പോൾ അവൾ പറയുകയാണ്, ദൈവം കൂടെയുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്, ഇപ്പോൾ ശരിക്കും കൂടെ ഉള്ളത് കണ്ടു. കുഞ്ഞ് വളരുമ്പോൾ ഇത് കാണുമ്പോൾ ദൈവം എന്താ ഏതാ എന്ന് പഠിപ്പിച്ചു കൊടുക്കണ്ടെന്ന്. ആരാണ്ട് ദൈവത്തിൻ്റെ കയ്യൊപ്പ്, അതൊരു സ്ത്രീ. അപ്പോൾ ഡ്രൈവർ എന്നൊരാൾ, ഡ്രൈവർ സേഫാണോ? അത് നല്ലൊരു ചോദ്യമാണ്. ഞാനും വിചാരിച്ചത് അത് അപ്പുറത്തെ സൈഡിൽ അവിടെ ഭർത്താവായിരിക്കും, ആരും ആയിരിക്കും, ഡ്രൈവർക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയത്തില്ല. ഒന്നും പറ്റാൻ സാധ്യതയില്ല. അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നുള്ള ഇടിയൊന്നും അല്ല. എന്ന് പുറകെ ഇടിച്ചിട്ട് അതൊന്ന് ചെറുത് അവിടെ തട്ടി. പക്ഷെ അപ്പുറത്തെ ആ ഒരു സ്ഥലത്തൊരു ഒരു ബീം ഉണ്ടാവും. അകത്തേച്ചൊന്നും എല്ലാം അടിച്ചിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. കുട്ടിയുടെ അച്ഛനാണോ വണ്ടി ഓടിച്ചിരുന്നത്? പുള്ളിക്ക് എന്തെങ്കിലും സംഭവിച്ചോയോ? താങ്ക് ഗോഡ്. അങ്ങനെയൊക്കെ പറഞ്ഞു. വണ്ടി റോഡിലാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. ഓപ്പോസിറ്റ് ഒരു ബസ്സും വന്ന് സ്വാഭാവികമായിട്ടും ലോറിക്ക് പോകാൻ വേറെ ഗ്യാപ്പില്ല. ഇങ്ങനെ വണ്ടി നിർത്തുമ്പോൾ ശ്രദ്ധിക്കണം. നല്ലൊരു ഉപദേശം. അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതിനകത്തും അതുപോലെ തന്നെ കൺസേൺ നമ്മുടെ ആ മറ്റൊരാളെ വാഹനത്തിലുള്ളവരിലേക്ക് ആ കൺസേൺ കണ്ട ബസ് വരുന്നുണ്ട്. ശരിയാ, ബസ് വന്നപ്പോൾ അത് ടൈറ്റായതാ സ്ഥലം. അതിനെപ്പറ്റിയൊക്കെ പറയുന്നത് വളരെ നല്ല. അത് അങ്ങനെ ചിന്തിക്കാൻ പറ്റാതെ പോയത് ആർക്കാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാണോ? അൽഹംദുലില്ലാ എന്ന് പറഞ്ഞൊരു ഒരുത്തം വന്നിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. സേഫായി പാർക്ക് ചെയ്തിരുന്നേൽ ജീവൻ മാത്രമല്ല കാറും തിരിച്ചു കിട്ടിയേനെ. അതും വളരെ നല്ലൊരു കാര്യമാണ്. കാർ റോഡിലല്ല നിർത്തേണ്ടത്. ഇതെന്ന് വെച്ചാലേ കൊച്ചിന് വല്ല പ്രശ്നം ഉണ്ടായിട്ടോ ഛർദ്ദിക്കാനോ അപ്പിടാനോ മുള്ളാനോ ഉള്ളൊരു സീനാണ്. പക്ഷേ ഈ ട്രെയിലറുകാർക്ക് ഒരുപാട് സമയം ഉണ്ടാകുന്നു ദൂരെ നിന്ന് ഇത് കാണാമെന്ന്. അത്രയും ടൈം ആ വണ്ടി അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. ഇത് ട്രെയിലറുകാരൻ്റെ അശ്രദ്ധയാണ്. അയാൾ അങ്ങനെ സ്പീഡിൽ വരേണ്ട കാര്യമില്ലാന്നു. തീർച്ചയായിട്ടും ഈ റോഡുകളിലൊന്നും അത്ര വീതിയൊന്നുമില്ല. അപ്പോൾ അയാൾക്ക് എത്രയോ ദൂരത്തുനിന്ന് കാണാം. അവരെത്ര നേരം നിർത്തിയിട്ടെന്നറിയാം. അത്രയും ദൂരത്തുനിന്ന് വന്ന് ഇടിക്കേണ്ട ഇടിയല്ലത്. കണ്ടോ? വല്ലാത്തൊരു ഇടിയായിപ്പോയി. അത് അവൻ്റെ കുഴപ്പമാണ്, ആ ട്രെയിലർ ഡ്രൈവറിൻ്റെ കുഴപ്പമാണ്. അത് നിർത്തിയിട്ട ആളുടെ കുഴപ്പമല്ല. അങ്ങനെ കാറൊക്കെ നിർത്തിയിടേണ്ടി വന്നാൽ എന്ത് ചെയ്യും? ഇടിക്കുമോ വന്ന്? അതാണ് ഈ റോഡ് മാന്യത ഇല്ലാത്ത ഡ്രൈവർമാരുടെ കുഴപ്പം. ഗോഡ്സ് ഹാൻഡ്, ബി കെയർഫുൾ വൈൽ പാർക്കിംഗ് ഓൺ റോഡ് എന്ന് ഇല്ല. അതല്ല എൻ്റെ കാര്യമായ കുഴപ്പം. അത് അങ്ങനത്തെ സീനല്ല. ഗോഡ് സേവ്ഡ്, ദൈവത്തിൻ്റെ കൈകളിൽ. റോഡിൽ വണ്ടി പാർക്ക് ചെയ്ത ഡ്രൈവർക്ക് ഒരു അവാർഡ് കേൾക്കണം. അതൊന്നും കാര്യമല്ല. അതിനുള്ള ആൾക്ക് എന്ത് പറ്റി? ലാസ്റ്റ് ഡോർ തുറക്കുന്നതായി കാണാം. ഒന്നും പറ്റിയിട്ടില്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഡോർ തുറന്നത്. വൈറ്റ് ലൈനിൽ ആയിരുന്നേൽ ചിലപ്പോൾ അടിച്ച് ഒഴിവായനെ, ആക്സിഡൻറ്റ് ഒഴിവായനെന്ന്. ശരിയാ, ഇല്ല, ഇടിച്ച് ഔട്ടി നിർത്തിയേനെ. തന്നെത്താനെ നിൽക്കും അല്ലേ? ദൈവത്തിൻ്റെ കയ്യൊപ്പ്. ചേച്ചി പോയി ഒരു ലോട്ടറി എടുത്തു. എന്തോ ഒരു പന്തികേട്. നിർത്തിയിട്ട കാർ. ഡ്രൈവർ ഷോപ്പിലേക്ക് പോകുന്ന അമ്മയും കുഞ്ഞും ജസ്റ്റ് രക്ഷപ്പെടുന്നു. റോഡ് വശത്തല്ല, റോഡിലാണ് പാർക്ക് ചെയ്തത്. ദൈവാനുഗ്രഹം കൊണ്ട് രക്ഷപ്പെട്ടു. അപ്പൊ ഇതിനകത്തെ ഈ ദൈവാനുഗ്രഹം കൊണ്ട് രക്ഷപ്പെട്ടെന്ന് പറയുന്നവർക്ക് ചിന്തിക്കാനുള്ള ഒരു ശേഷിക്കുറവ് നമ്മൾ കാണുന്ന എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ, അവർക്ക് ഡ്രൈവറെ പറ്റി അവർ ചിന്തിക്കുന്നില്ല. ഈ രണ്ടുപേർ കണ്ടു, അത്രയും കണ്ടപ്പോൾ തന്നെ അവർ രക്ഷപ്പെട്ടില്ല, സന്തോഷം. അകത്തിരുന്ന ആളെ പറ്റി അവർ ചിന്തിക്കുന്നില്ല. അവരെല്ലാം ഉറപ്പായിട്ടും ദൈവം അയാളെയും കൂടി രക്ഷപ്പെടുത്തിയെന്ന് അയാൾ പറഞ്ഞേനെ. പക്ഷെ അയാൾ രക്ഷപ്പെട്ടെന്ന് ഉറപ്പൊന്നുമില്ല. അയാൾക്ക് എന്തെങ്കിലും പരിക്കുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. പിന്നെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതരം കഴിവാണിത്. ശിക്ഷിച്ചിട്ട് രക്ഷിക്കുക, രക്ഷിച്ചിട്ട് ശിക്ഷിക്കുക. ഒത്തിരി വണ്ടി അവിടെ നിർത്തിക്കുക, എന്നിട്ട് പുറകിൽ നിന്ന് ട്രെയിലർ കൊണ്ട് ഇടിപ്പിക്കുക. എന്തെന്നേ ദൈവത്തെ ഇത്രയും സൈക്കോ പരിപാടിയൊക്കെ അവതരിപ്പിക്കുക. ഒരു കൊച്ചിനെ ആൾക്കാർ ബലാത്സംഗം ചെയ്തു. അത് ആരാണ്ട് ശബ്ദം കേട്ടെങ്ങാണ്ട് വന്ന് രക്ഷിച്ചു. അപ്പത്തേനും ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോഴത്തേനും പറയുവാണ്, ദൈവത്തിനെ പറ്റി പറഞ്ഞപ്പോ പറയാ, ദൈവം ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചെന്ന് ഞാൻ ചോദിച്ചപ്പോ എന്റെ ഒരു ഫ്രണ്ട് പറയുകയാണ്, ആ കുട്ടി മരിച്ചില്ലല്ലോ, അതിനെ രക്ഷിച്ചല്ലോ എന്ന്. അത് ദൈവത്തിന്റെ ഇതാണ്. ബലാത്സംഗം ചെയ്തിട്ട് കൊച്ചു ചത്തില്ല, അപ്പോ ദൈവം രക്ഷപ്പെടുത്തി. അത്ര നേരം ദൈവം ഇത് കണ്ട് ആസ്വദിക്കുവായിരുന്നു. അപ്പൊ ദൈവത്തിന് ഇത് നല്ല ഡയറക്റ്റ് കാണാൻ പറ്റുന്ന ഒരു അവസരം കിട്ടുന്നതുകൊണ്ട് ദൈവം അങ്ങ് അടിച്ചു പൊളിക്കുക. മനസ്സിലായില്ലേ? എന്തൊരു കഷ്ടമാണ് നോക്കിയ ദൈവത്തിൻ്റെ ഒരു കാര്യങ്ങൾ. അത് തന്നെയാണ് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഇവരുടെ ചിന്താഗതി ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്. ആ വണ്ടി ഇടിക്കാനുണ്ടായ കാരണം ആരാണപ്പോൾ? അത് സാത്താൻ, ജഗത്താൻ,
ഞാനായിരിക്കും. വേറെ കാര്യം, ആ. ഈ ആ സമയം ദൈവം പാവം. ആ ഓട്ടിസം വികലാംഗ അങ്ങനത്തെ അയ്യോ അത് ശരിയാ. അങ്ങനത്തെ കൊച്ചു പിള്ളേര് ജനിക്കുന്നു. ആ അതിനെപ്പറ്റി പറയുമ്പോൾ അവരെ നോക്കാൻ അച്ഛനും അമ്മയും ഉണ്ടല്ലോ എന്ന്, അത് ദൈവത്തിന്റെയാണ്. അവരെ നോക്കാൻ കറക്റ്റ് ആളെ അവിടെ തന്നെ കൊടുത്തു. കൃത്യമായിട്ട് ദൈവം ചെയ്യുന്നതെല്ലാം വളരെ കറക്റ്റാ. ഇത് അപ്പൊ അങ്ങനെ ദൈവം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വണ്ടി ഇടിപ്പിക്കുക, കുറെ പേരെ കൊല്ലുക. ഈ വണ്ടി ഇടിച്ച് ആരെങ്കിലും മരിച്ചിരുന്നേൽ അത് വല്ല സാത്താന്റെയും അല്ലെ ഇവര് ചെയ്ത എന്തോ പാപത്തിന്റെയും കുറ്റങ്ങളുടെയൊക്കെ കാര്യമൊക്കെ പറയും. തന്ത ചെയ്ത കൊച്ചന് പോയിക്കും. എന്തൊക്കെ ലോജിക്കലായ, ഇത്ര കോമൺ സെൻസ് ഉപയോഗിച്ചാൽ എത്ര പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന വളരെ ഈസിയായ ഒരു കാര്യം അല്ലേ. എന്നാൽ അവര് ഇവിടെ പാർക്ക് ചെയ്യാവോ, ഈ ഡ്രൈവർക്ക് എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ ഈ റോഡിന്റെ അവസ്ഥ എന്താണ്, ഇങ്ങനെ അവിടെ നിർത്തിയത് കുറച്ചുകൂടെ മാറ്റി നിർത്തിയിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞൊരു ഒരു ചിന്ത. അല്ലെങ്കിൽ ആ ലോറി ഡ്രൈവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ അല്ലേ, ആ വണ്ടി അത് കഴിഞ്ഞിട്ട് ഇടിച്ചോ, അയാൾ നിർത്തിയോ. അതായത് ഒരു ആക്സിഡന്റ് നടക്കുന്നു, ബസ് ഇടിക്കാന്ന്, ബസ് ഇടിച്ചിട്ട് കുറെ ആൾക്കാർ ചത്തു, രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ട ആള് ദൈവം എന്നെ കാത്തു, ബാക്കിയുള്ളവരെല്ലാം മരിക്കും. അത് അയാൾക്ക് വിഷയമല്ല. അതാണ് ദൈവവിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. സ്വാർത്ഥ. പിന്നെ അത്രയും സെൽഫിഷ് ആയിട്ടുള്ള മനുഷ്യർ ലോകത്തുണ്ടാവുള്ളൂ. അല്ലേ ദൈവത്തിലേക്ക് വിശ്വസിക്കൂ പോയിട്ട്. അവന് കിട്ടുന്നതും അവന്റെ സന്തോഷം അവന് കിട്ടുന്നതും അവന് കിട്ടണമെന്ന് പറഞ്ഞല്ലോ പ്രാർത്ഥിക്കുന്നത് തന്നെ. അല്ലാതെ ഇവിടെ ഉള്ളവർക്കെല്ലാം നല്ല വരണമെന്ന് ആഗ്രഹിക്കുന്ന പോലും ഇല്ല. അവർ ആഗ്രഹിക്കുന്നുണ്ടെന്ന് വെച്ചാൽ ചുമ്മാ പറയും. പക്ഷെ കൂടുതൽ താല്പര്യം എനിക്ക് കിട്ടുന്ന. അതുകൊണ്ടാണ് എനിക്ക് മാത്രം ജയിക്കണം, പരീക്ഷയ്ക്ക് ഞാൻ ജയിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച് നടക്കുന്നത്. അല്ലെ എനിക്ക് എൻ്റെ അത് മാറണമെന്ന്. അല്ലെ പിന്നെ ഇയാൾ എല്ലാ ആശുപത്രിയിലും കയറി പ്രാർത്ഥിക്കത്തില്ലേ. അല്ലെ എന്തോരം ഈ പറഞ്ഞവരെ പ്രാർത്ഥിക്കുന്ന പലരെക്കാളും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരോടുള്ളപ്പോൾ അവനെന്താ അവൻ്റെ കാര്യം മാത്രം ആലോചിക്കുന്നത്? അതങ്ങനെയാ. വലിയ ഫ്ലഡ് ഉണ്ടായി മുങ്ങി കഴിഞ്ഞപ്പോൾ പലരും മരിച്ചു കഴിഞ്ഞിട്ടേ ചിലർ രക്ഷപ്പെട്ട് കഴിയുമ്പോൾ പറയും ദൈവം ഉണ്ടെന്ന് മനസ്സിലായിരുന്നു. അപ്പൊ മരിച്ചവരെന്താ പറയണോ, ദൈവം ഇല്ലെന്ന് മനസ്സിലായിരുന്നു. മരിച്ചവരുടെ കുടുംബവും പറയും ദൈവം ഇല്ലെന്ന് ഉറപ്പായെന്ന്. കാരണം ആ നായിന്റെ മോനെ മാത്രമേ രക്ഷപ്പെടുത്തിയുള്ളൂ. ഏതോ ഒരു തെണ്ടിയെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. എത്ര തെണ്ടികളെ രക്ഷപ്പെടുന്നു ഇവിടെ. അയ്യോ, ഇതൊക്കെ കാണുമ്പോഴേ ഇങ്ങനെയുള്ള കമന്റ്സ് ഇതൊക്കെ വരുമ്പോൾ നമുക്കേ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ വരും. ഇതൊക്കെയാണ് ഈ നാടിൻ്റെ ഒരു ശാപമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇതിനെയൊക്കെ ചാരി വെച്ചിട്ടേ ഇവരങ്ങ് എസ്കേപ്പ് ആവുക ചെയ്യുന്നത്. അതേപോലും ഇതിനകത്ത് ശരിക്കുള്ള മിസ്റ്റേക്ക് ആ ലോറിക്കാരൻ്റെ ആണ്. എല്ലാവരും പറയുന്ന പോലെ അപ്പുറത്തോടെ ഒരു ബസ് വരുന്നതൊന്നും അല്ല കാര്യം. ഇയാൾക്ക് ഇത്ര ദൂരത്തൊന്നും കാണാമെന്നറിയാം വണ്ടി. ഒത്തിരി നേരം എടുത്തന്നെ ആ വണ്ടി വന്ന് ഇത്രയും സ്പീഡിൽ ഇടിക്കേണ്ട ഐഡിയ അല്ലത്. അയാൾ അവിടെ നിന്നേ ചവിട്ടാന്ന്. പക്ഷെ അത് ചെയ്യാതെ ഇതെന്ത് എല്ലാവരും ഇങ്ങനെ വിളിക്കുന്നത്? ദൈവത്തിൻ്റെ കരങ്ങൾ, ദൈവാനുഗ്രഹം. എൻ്റെ അമ്മോ, അവിടെ ഒന്നും പറ്റാഞ്ഞത് ഭാഗ്യം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാൽ റോഡിൻ്റെ നടുക്ക് കൊണ്ട് വണ്ടി ഇട്ടിട്ട് സിഗ്നൽ ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ശരി, ആ സ്ഥലം അത്ര നല്ല സ്ഥലമല്ല. പക്ഷെ പുറയുന്ന വരുന്ന വണ്ടിക്കും നോക്കാം, ആ ഡ്രൈവിംഗ് സീറ്റിൽ ആളുണ്ടല്ലോ എന്നൊക്കെ എല്ലാവരും പറയുന്നത്. അപ്പം ശരി, ദൈവത്തിന് നന്ദി, സ്തോത്രം, ഹല്ലേലൂയ.